ഹലോ, ഐ എം ജോർജ് മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡെവലപ്മെൻറ്റുകളാണ് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക, ലെബനോൻ ഇവയൊക്കെ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ ഇപ്പോൾ തൽക്കാലം വലുതായിട്ടില്ല എങ്കിലും, സ്ലോ ഡൗൺ ആയെങ്കിലും നയതന്ത്രപരമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ വളരെയധികം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പേസിൽ നടക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോഴത്തെ അമേരിക്കയും ഇറാനെയും തമ്മിലുള്ള ആ ചർച്ചാ വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയി മാറിയിരിക്കുന്നത് ലെബനോനാണ്. ഇസ്രായേലി റിപ്പോർട്ട് അനുസരിച്ച് ഈ അമേരിക്ക ഇറാനും ചേർത്ത് ഉണ്ടാക്കിയ ഈ മെമ്മോറാണ്ടം അതുപ്രകാരം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. തെക്ക് ലെബനോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ സൈന്യം പിന്മാറണം. ഇസ്രായേൽ അപ്രകാരമുള്ളൊരു കാര്യത്തെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുക. കാരണം ഹെസ്ബുള്ളയെ ഡിസ്മാൻഡിൽ ചെയ്യാതെ, അതായത് ഇറാൻ്റെ പകരക്കാരായ ഹെസ്ബുള്ള അവർ തെക്ക് ലെബനോനിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം ഒരു രീതിയിലും ഇസ്രായേലിൻ്റെ സൈന്യത്തിന് അവിടുത്തെ ആ പ്രദേശത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഹെസ്ബുള്ള അവരുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും സൈന്യമൊക്കെ വീണ്ടും ഫാസ്റ്റായിട്ട് റീബിൽഡ് ചെയ്യും. ഇപ്പോൾ കണ്ടുവരുന്നത്, അപ്പിയർ ചെയ്യുന്ന കാര്യം, ഇറാൻ സ്വയം പൊസിഷൻ ചെയ്യുകയാണ്. ലെബനോൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് ഇറാനാണ് എന്ന വിധത്തിലാണ് ഇറാൻ ഇപ്പോൾ പൊസിഷൻ ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നോട് നോക്കിയാൽ ഇറാനെ അനുവദിച്ചാൽ, അതായത് തെക്ക് ലെബനോൻ്റെ ഭാവിയെ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇറാനാണ് നിശ്ചയിക്കേണ്ടത് എന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഇറാൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രോക്സിയായ ഹെസ്ബുള്ളയ്ക്ക് അവിടെ നിലനിന്ന് പോകുവാനായിട്ടുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ടാക്കുക. ഈ ഒരു കൺസേൺ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ തെക്ക് ലെബനോനിൽ ചെയ്ത മിലിറ്ററി ഓപ്പറേഷൻ്റെ ശേഷവും കൂടെ. ഇസ്രായേലിലെ മിലിറ്ററി ഈ കഴിഞ്ഞ ദിവസം തന്നെ അനൗൺസ് ചെയ്തിരുന്നു, ഹെസ്ബുള്ളയുടെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് മിലിറ്ററി ഫെസിലിറ്റികളെ IDF നശിപ്പിച്ചു. IDF പറയുന്നതനുസരിച്ച് മണ്ണിൻ്റെ അടിയിലുള്ള ആ കോംപ്ലക്സ് 45 മീറ്റർ ആഴത്തിലാണ്. അതിൽ കമാൻഡ് സെൻറ്ററുകൾ, ഡ്രോൺ സ്റ്റോറേജ് ഏരിയ, റോക്കറ്റ് ലോഞ്ചേഴ്സ്, മറ്റ് എക്സ്പ്ലോസീവ്സും ഒരു വലിയ ടണൽ നെറ്റ്വർക്ക് തന്നെയായിരുന്നു. ഇസ്രായേലി മിലിറ്ററി റിലീസ് ചെയ്ത വീഡിയോസ് കാണിക്കുന്നത് തന്നെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡിമോളിഷൻ ആയിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഹെസ്ബുള്ള സ്ഥിതി ചെയ്തിരുന്ന ആ ഗ്രാമത്തിൻ്റെ നടുക്ക് തന്നെ, അതായത് അതിൻ്റെ അടിയിലാണല്ലോ ആ അണ്ടർഗ്രൗണ്ട് കോംപ്ലക്സ് അവർ പണിത്. അപ്പോൾ അവിടെ തന്നെ വലിയ ഒരു ക്രൈറ്റർ അങ്ങനെ തന്നെ രൂപപ്പെട്ടുവെന്ന് ഇസ്രായേലിലെ ഒഫീഷ്യൽസ് തന്നെ പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ തെളിവാണ് വർഷങ്ങളായിട്ടുള്ള ഇറാൻ്റെ സപ്പോർട്ടും പിൻബലത്തോടുകൂടിയും ഈ ഹെസ്ബുള്ള ഇതെല്ലാം പണിയായിരുന്നെന്നും, എങ്ങനെയാണ് അവർ അവിടെയുള്ള ആ ഗ്രാമങ്ങളിൽ സാധാരണ ആളുകളുടെ ഭവനങ്ങളുടെ അടിയിൽ അവർ ഈ നെറ്റ്വർക്കും ടണൽ നെറ്റ്വർക്കും ഈ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം പണിത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയായതാണ്. ഇസ്രായേലിൽ ഈ സോഴ്സസുകൾ തന്നെ ക്ലെയിം ചെയ്യുന്നത് ഇത് ഒരു നെറ്റ്വർക്ക് മാത്രമാണ്, ഒട്ടനവധി നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സിസ്റ്റമാറ്റിക്കലി IDF നശിപ്പിച്ചു വരികയാണ്. അതിൻ്റെ നടുക്കാണ് മറ്റൊരു ഡെവലപ്മെൻറ്റ് ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത്. ഇസ്രായേലി റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഇപ്പോൾ ലെബനോൻ്റെ ഗവൺമെൻറ്, ഇറാനോ ഹെസ്ബുള്ളയോ അല്ല, ലെബനോനിലെ ഗവൺമെൻറ്റിന് ഇപ്പോൾ അവരുടെ രാജ്യത്തിൽ, പ്രത്യേകിച്ച് തെക്ക് ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ചുമതല വഹിക്കണമെന്ന്. ഈ ഒരു ഫ്രെയിംവർക്ക് അനുസരിച്ച് ഇസ്രായേലി സൈന്യത്തിന് തെക്ക് ലെബനോനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അവിടെ തന്നെ നിൽക്കാം എന്നാണോ ഹെസ്ബുള്ളയും മറ്റ് ആംഡായിട്ടുള്ള മിലിഷ്യ, മറ്റ് സൈന്യമൊക്കെ തന്നെ ആ തെക്ക് ലെബനോനിൽ നിന്ന് ഇല്ലാതാകുന്നിടം വരെ, അതായത് ലെബനോൻ്റെ സൈന്യം അവിടെ കാണാം, അതല്ലാതെ അതൊഴിച്ച് ബാക്കി ആരെല്ലാം ഉണ്ടോ അങ്ങനെയുള്ളവരെല്ലാം അവിടെ നിന്ന് ഇല്ലാതായി പോയി കഴിയുമ്പോൾ മാത്രമേ ഇസ്രായേലിൻ്റെ സൈന്യത്തിന് ആ തെക്ക് ലെബനോനിൽ നിന്ന് പിന്മാറേണ്ടി വരികയുള്ളൂ. അങ്ങനെ ഒരു ഫ്രെയിംവർക്കാണ് ഇപ്പോൾ പണിതുകൊണ്ട് വരുന്നത്. അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വലിയ ഒരു മാറ്റമായിരിക്കും. ഇത്രയും നാളിലും ഇറാൻ പറഞ്ഞതിൽ നിന്ന് വലിയൊരു വ്യത്യാസമായിട്ടുള്ളൊരു നീക്കമായിരിക്കും വരുന്നത്. അപ്പോൾ ഇസ്രായേൽ ആദ്യം പിന്മാറിയിട്ട് പിന്നെ ഹെസ്ബുള്ള അവരുടെ ആയുധം താത്തു വെക്കുന്നതിന് പകരം ആ ഓർഡറിനെ റിവേഴ്സ് ചെയ്യാണ്. അതായത് ഹെസ്ബുള്ള ആദ്യം തന്നെ അവരുടെ ആയുധം എല്ലാം താത്തുവെക്കുകയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നശിപ്പിക്കുകയും അതിനുശേഷം ഇസ്രായേലി സൈന്യം ആ തെക്ക് ലെബനോനിൽ നിന്ന് പിന്മാറുമെന്ന്. അപ്പോൾ ഇസ്രായേലി അനലിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് ഇറാൻ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു നിലപാടിനെ എതിർത്തിരിക്കുക. ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നതനുസരിച്ച് ഇറാൻ ഇനിയിപ്പം മുന്നോട്ട് അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് തുടരണമെങ്കിൽ തന്നെ ഇസ്രായേലി സൈന്യം തെക്ക് ലെബനോനിൽ നിന്ന് പിന്മാറണം, അങ്ങനെ ഒരു കണ്ടീഷനാണ് അവർ വച്ചിരിക്കുന്നത്. കാരണം അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രോക്സിയാണ് ഹെസ്ബുള്ളയാണ് തെക്ക് ലെബനോനെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നതനുസരിച്ച് ലെബനോനകത്തുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാഷ്ട്രീയപരമായിട്ടുള്ള നേതൃത്വത്തിലുള്ളവർ, അതിപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിലും സുന്നി ആണെങ്കിലും ഡ്രൂസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണെങ്കിലും അവരെല്ലാവരും ഒരുപോലെ തന്നെ അവർ പറയുന്നത് ഹെസ്ബുള്ള ആ രാജ്യത്തിനൊരു ഭാരമാണെന്ന്, ഒരു അസറ്റാണെന്നല്ല, ഒരു ഭാരമാണെന്ന്. ചില റിപ്പോർട്ടുകൾ ഈവൻ പറയുന്നത് ലെബനോനിലെ ഗവൺമെൻറ് ഇപ്പോൾ
ഇറാൻ്റെ സ്വാധീനം, ലെബനോൻ്റെ മേലുള്ള ഇറാൻ്റെ സ്വാധീനത്തെയാണ് കൂടുതൽ ഭയപ്പെടുന്നത്, അല്ലാതെ ഇസ്രായേലിനെ അല്ല. ഇസ്രായേൽ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് ലെബനോനിൽ നിന്ന് കുറച്ച് ദേശം പിടിച്ചെടുക്കണമെന്നോ അപ്രകാരമുള്ള ഒരു ആവശ്യവും അവർക്കില്ല. പക്ഷേ ഇറാൻ അങ്ങനെയാണോ? ഇറാൻ ഹെസ്ബൊള്ളയെ ഉപയോഗിച്ച് ലെബനോൻ്റെ ഭാവിയെ ഷെയ്പ്പ് ചെയ്യുവാൻ ഇറാൻ തീരുമാനിക്കുക. ഇസ്രായേലി സോഴ്സസ് ഇതും നോട്ട് ചെയ്തു. ഏകദേശം 2 ലക്ഷത്തിൽ പരം ആളുകൾ തെക്ക് ലെബനോനിൽ നിന്ന് വടക്ക് പ്രദേശത്തിലേക്ക് പോകേണ്ടി വന്നു. കാരണം നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ സൈന്യം അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു, നിങ്ങളുടെ ഈ ഗ്രാമങ്ങളുടെ അടിയിലാണ് ഹെസ്ബൊള്ളയുടെ താവളം, അതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കാൻ പോവുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന്. അപ്പോൾ അപ്രകാരമുള്ള ശാന്തമായിട്ടുള്ള ഈ വില്ലേജസ്, ഈ ഗ്രാമങ്ങളെയാണ് ഹെസ്ബൊള്ള ഹെവിലി മിലിറ്ററൈസ്ഡ് സോണുകളാക്കി, അതായത് ടണലുകളും വെപ്പൺസ് ഡിപ്പോയും റോക്കറ്റ് ലോഞ്ച് സൈറ്റുകളും എല്ലാം കൊണ്ട് നിറച്ചത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു യുദ്ധത്തിനൊക്കെ മുമ്പ് എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു സാഹചര്യം, അതിലേക്ക് അവർ മടങ്ങിപ്പോകില്ല എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് ഉദാഹരണത്തിന് 2024 അമേരിക്കയിലെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ഇസ്രായേൽ തെക്ക് ലെബനോൻ്റെ ആ ഭാഗത്തു നിന്ന് പിന്മാറിയിരുന്നു. 5 പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ മാത്രമേ അവർ കുറച്ച് ഒരു പ്രസൻസ് അവരുടെ ഉള്ളായിരുന്നു, അല്ലാതെ അവരെല്ലാം പിന്മാറിയായിരുന്നു. എന്നിട്ട് എന്താണ് ഹെസ്ബൊള്ള ചെയ്തത്? ഹെസ്ബൊള്ള വീണ്ടും റീആം ചെയ്ത് ഈ നെറ്റ്വർക്കും ടണൽ നെറ്റ്വർക്കും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം പണിത് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുവാനും ഗ്രൗണ്ട് ഇൻവേഷൻ ഓപ്പറേഷനൊക്കെ നടത്തുവാനും ഒക്കെയും അവർ പ്ലാൻ ഇടുകയായിരുന്നു. അപ്പോൾ ഇസ്രായേലി ഒഫീഷ്യൽസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് നയതന്ത്രപരമായിട്ടുള്ള പ്രഷർ ഉണ്ടെങ്കിലും അവർ തെക്ക് ലെബനോനിൽ നിന്ന് പിന്മാറില്ല. ഹെസ്ബൊള്ളയും മറ്റ് മിലിഷ്യയും അവിടെ നിന്ന് ഇല്ലാതാകുന്നിടം വരെ ഇസ്രായേലി സൈന്യം തെക്ക് ലെബനോനിൽ കാണുമെന്ന്. അപ്പോൾ തന്നെ മറ്റൊരു ഇഷ്യൂ ഈ ചർച്ചകളെയൊക്കെയും നിയന്ത്രിക്കുന്നുണ്ട്. ഇറാൻ ഇപ്പോഴും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, അതായത് ഹോർമൂസ് കടലെടുക്കിന് മേൽ ഒരു ലെവറേജ് തന്നെ അവരുടെ ഭാഗത്തുണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ പറയും, ഞങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അങ്ങ് അടക്കിയാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അറിയാം, ലോകത്തിലെ 5-1 ഭാഗമായിട്ടുള്ള ഓയിൽ സപ്ലൈ ഒഴുകുന്ന ഒരു ഭാഗമാണ്. എന്തെങ്കിലും ആ പ്രദേശത്ത് സംഭവിച്ചാൽ, അതായത് ആ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടച്ചാൽ ഉടൻ തന്നെ ആഗോളതലത്തിലുള്ള എനർജി മാർക്കറ്റിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെയും ഒക്കെയും തന്നെ പ്രൈസിനെ അത് എഫക്റ്റ് ചെയ്യും. ഓർക്കണം, അതൊരു ഇൻ്റർനാഷണൽ വാട്ടർവേയാണ്, ഒരു രാജ്യത്തിൻ്റെയും ഒരു അവകാശമായിട്ടുള്ള ഒരു സ്ഥലമല്ല സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. അവിടെ ഇൻ്റർനാഷണൽ വാട്ടർവേ ആണ്, ഏതൊരു രാജ്യത്തിൻ്റെയും ഷിപ്പുകൾക്ക് അതുവഴി കടന്നു പോകാം. പക്ഷേ ഇറാൻ പറയുന്നത് അതിനെ മുഴുവനുമായിട്ടുള്ള രീതിയിൽ അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള പാസേജസ് ഒക്കെ അതാത് ഈ പറയുന്ന രാജ്യങ്ങൾ അവർ പണം മുടക്കി അവർ ഉണ്ടാക്കണം. അതായത് ഉദാഹരണത്തിന് പനാമ കനാൽ അല്ലെങ്കിൽ സ്യൂസ് കനാൽ അങ്ങനെ പോലെ ഉണ്ടാക്കുന്ന കനാലുകളാണ്, അതാരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആരാണ് പണം മുടക്കി ഉണ്ടാക്കിയിട്ടുള്ളത്, അവർക്കാണ് നിയന്ത്രിക്കുവാനുള്ള അവകാശം. എന്നതുപോലെയാണ് ഇത് ആരാലും ഉണ്ടാക്കപ്പെടാത്ത, ദൈവം നേരിട്ടുണ്ടാക്കിയ ഒരു വാട്ടർവേ ആണ്. അതിനെയാണിപ്പോൾ ഇറാൻ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്, അതായത് IRGC മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം മറ്റൊരു റീജിയണൽ പ്ലെയർ ഈ പറയുന്ന ഈ ഒരു ചർച്ചകളിലും പിന്നെ ഈ ഇസ്രായേലിനെതിരെയുള്ള ഒരു അഗ്രസീവ് പൊസിഷൻ എടുക്കുന്നതിലും കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുക. അത് മറ്റാരുമല്ല, ടർക്കിയാണ്. വർഷങ്ങളായിട്ടുള്ള രീതിയിൽ ടർക്കിയുടെ പ്രസിഡന്റ് റിസെപ് ടൈപ്പ് എർഡോഗാൻ ഇസ്രായേലിനെ ശക്തമായിട്ട് കുറ്റപ്പെടുത്തുന്ന കൂട്ടത്തിലെ ഒരാളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ള രീതിയിൽ തൻ്റെ ആ വർത്തമാന രീതി കുറച്ചും കൂടി ഇൻറ്റൻസിഫൈ ആയി. താൻ പറഞ്ഞത് സയോണിസം ഇപ്പോൾ ടർക്കിയുടെ മേൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്, ഇസ്രായേൽ ടർക്കിയുടെ സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയാണെന്ന്. ഇസ്രായേലി നേതാക്കന്മാർ ഇപ്രകാരമുള്ള പ്രസ്താവനകളെ ഒരു രീതിയിലും ലൈറ്റായി കാണില്ല. കാരണം പലതവണ ഇതിനു മുമ്പും എർഡോഗാൻ ഇസ്രായേലിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങളുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് ഏതെങ്കിലും രാജ്യത്തിൻ്റെ നേതാക്കന്മാർ ഇസ്രായേലിനെ നശിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ അവഗണിക്കാൻ പറ്റില്ല. താൻ ഇതും പറഞ്ഞു, ഈ ഒരു വിഷയത്തെ അമേരിക്കയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനും പരിശ്രമിക്കുമെന്ന്. അപ്പോൾ ഇപ്രകാരമുള്ള ഈ ഡെവലപ്മെൻറ്റുകൾക്ക് കുറച്ചും കൂടെ പ്രസക്തി വരാൻ കാര്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ പ്രസ്താവനയാണ്. താനൊരു പ്രസ് ഇൻട്രാക്ഷനിൽ താൻ പറയുകയുണ്ടായി, എർഡോഗാൻ തൻ്റെ ഒരു സുഹൃത്താണെന്നും പിന്നെ താനാണ് എർഡോഗാനെ കൊണ്ട് ഈ കഴിഞ്ഞ ഈ ഇറാനുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് ടർക്കി യുദ്ധം ചെയ്യാതെ ഇരിക്കുവാൻ എർഡോഗാനോട് പറഞ്ഞതെന്ന്. ട്രംപ് ഇതും പറഞ്ഞു, എർഡോഗാൻ ഇസ്രായേലിൻ്റെ സുഹൃത്തൊന്നുമല്ല, അതിൽ നിന്ന് തന്നെ ഒരു സജഷനും കൂടെ താൻ പറഞ്ഞു. ടർക്കി വളരെ ക്ലോസ് ആയിരുന്നു ഈ ഇറാനോടൊപ്പം ഇസ്രായേലിനെതിരെയൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് നടത്തിയ ഈ ഓപ്പറേഷനിൽ, അതായത് അവർക്കെതിരെ, അതായത് ഇറാനോടൊപ്പം ചേർന്ന് ടർക്കി യുദ്ധം ചെയ്യാൻ സാധ്യത ഉണ്ടായേനെന്ന്. ഈ ഒരു പ്രസ്താവനയ്ക്ക് ഇസ്രായേലിനകത്ത് നല്ലൊരു അറ്റൻഷൻ ലഭിക്കാനിടയായി. കാരണം ടർക്കിയുടെ റോൾ ഈ ഒരു ക്രൈസിസിൽ ഇപ്രകാരമൊക്കെ ഉണ്ടായേനെ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനത് അവഗണിക്കാൻ പറ്റില്ല. മാത്രമല്ല റിപ്പോർട്ട്സ് തന്നെ പറഞ്ഞതനുസരിച്ച്
അമേരിക്ക ഇപ്പോൾ ടർക്കിയുമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡിഫൻസ് കോപ്പറേഷൻ അതിൽ അവർ പാർട്ട്ണർ ചെയ്യുകയാണ്. അതിൽ ഉൾപ്പെട്ടതാണ് F-35 യുദ്ധവിമാനത്തിൻ്റെ ആ യുദ്ധവിമാനത്തെയും എൻജിൻസിനെയും ഒക്കെ ടർക്കിയുടെ ഫൈറ്റർ പ്രോഗ്രാമിന് വേണ്ടി അമേരിക്ക സപ്ലൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇസ്രയേലി അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡെവലപ്മെൻറ്റുകൾ മറ്റ് ചില ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ടർക്കി ഇറാൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പങ്കുചേരാനായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇസ്രയേൽ ഈ അമേരിക്കയും ടർക്കിയും തമ്മിലുള്ള മിലിറ്ററി സഹകരണത്തെ വീക്ഷിക്കേണ്ടത്? മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടുകൂടാണ് ഇപ്പോൾ പബ്ലിക്കായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടെ പ്രസക്തിയുണ്ട്. ആ റിപ്പോർട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേൽ ചില ബാക്കപ്പ് പ്ലാനുകൾ റെഡിയാക്കി വെച്ചിരുന്നു. ഇറാൻ്റെ ഭരണകൂടത്തെ മറിച്ചിടുവാനായിട്ടുള്ള വിധത്തിൽ ഈ കഴിഞ്ഞ യുദ്ധത്തിൽ ഇസ്രയേൽ ചില ബാക്കപ്പ് പ്ലാനുകളൊക്കെയും ഒരുക്കി വെച്ചിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് ഈ കേർഡ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പുകളെ ഇസ്രയേൽ ആംസ് കൊടുത്ത് എക്യുപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് മൈനോറിറ്റി ഗ്രൂപ്പുകൾ ഇറാനകത്തുള്ളവരെ ഇസ്രയേൽ എക്യുപ്പ് ചെയ്യും, അതായത് അവർക്ക് ഈ ആയുധമൊക്കെ സപ്ലൈ ചെയ്യുകയും അങ്ങനെ ഉള്ളിൽ നിന്ന് ഈ ഭരണകൂടത്തെ മറിച്ചിടുവാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ ഇവഞ്ച്വലി ആ ഭരണകൂടം വീഴണം. അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട്സൊക്കെ പറയുന്നതനുസരിച്ച് ഈ പ്ലാനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലീക്കായിപ്പോയി. ചില റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റാണ് അത് ലീക്ക് ചെയ്തതെന്ന്. അത് ടർക്കിയിലെത്തിയെന്നും അപ്പോൾ ടർക്കി വർഷങ്ങളായിട്ടുള്ള രീതിയിൽ ഈ കേർഡ്സ്, ഈ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള രീതിയിൽ ഫൈറ്റിംഗ് നടന്നു വരികയാണ്. അപ്പോൾ തന്നെ ടർക്കിഷ് ഒഫീഷ്യൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേർഡ്സ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യം വലിയൊരു പ്രശ്നമായി മാറും. അപ്പോൾ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എർഡോഗാൻ പെട്ടെന്ന് തന്നെ ട്രംപിനോട് ഈ കാര്യം പറയുകയും അങ്ങനെ ഈ ബാക്കപ്പ് പ്ലാൻ, ഇസ്രയേൽ റെഡിയാക്കി വെച്ചിരുന്ന ഈ ബാക്കപ്പ് പ്ലാനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ടർക്കി ഈ കേർഡ്സിൻ്റെ, അതായത് ആ മൈനോറിറ്റി ഗ്രൂപ്പിനെ ആംസ് കൊടുത്ത്, അതായത് ആയുധങ്ങൾ കൊടുത്ത് സപ്ലൈ ചെയ്യുന്നതിനെ ടർക്കി എതിരാണ്. ഇറാൻ അപ്പോൾ തന്നെ ഹെസ്ബുള്ളയും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ അവരുടെ ആ ഒരു സ്വാധീനത്തെ ഇൻക്രീസ് ചെയ്യുവാനും വർദ്ധിപ്പിക്കുവാനുമാണ് അവർ ശ്രമിക്കുന്നത്. ഇസ്രയേൽ ഏത് വിധേനയും ഇറാൻ്റെ ഈ ഒരു പ്രോക്സി നെറ്റ്വർക്ക് വീണ്ടും പണിയാതിരിക്കാൻ വേണ്ടി ഇസ്രയേലും പ്രവർത്തിക്കുന്നു. ആൻഡ് അമേരിക്ക ഇപ്പോൾ ഈ ബന്ധങ്ങളെയെല്ലാം നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളിലൂടെല്ലാം നിലനിർത്തി കൊണ്ടുപോകാനും നോക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ ഹമാസിനെതിരെയുള്ള ആ ഒരു സംഘർഷവും യുദ്ധവും എല്ലാം വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലി മിലിറ്ററി തന്നെ കഴിഞ്ഞിടയ്ക്ക് അനൗൺസ് ചെയ്തത് വലിയ ഒരു ടണൽ നെറ്റ്വർക്ക്, അതായത് ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ഗാസയുടെ ബോർഡറിൽ അവിടുത്തെ ആ ടണൽ നെറ്റ്വർക്ക് IDF ഇല്ലാതാക്കി. ഏകദേശം 16 കിലോമീറ്റർ നീളം വരുന്ന ടണൽ നെറ്റ്വർക്ക്, പല മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയെല്ലാം ഹമാസ് അത് ഉപയോഗിച്ച് വരികയായിരുന്നു. ഇസ്രായേലി ഒഫീഷ്യൽസ് തന്നെ പറഞ്ഞത് ഈ ടണൽ നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കുവാൻ 30,000-ൽ പരം മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ഈ നെറ്റ്വർക്കിലേക്ക് അവർക്ക് ഒഴിക്കേണ്ടി വന്നു. അങ്ങനെ ആ ടണൽസിനെ അവർക്ക് സീൽ ചെയ്യേണ്ടി വന്നു. IDF അങ്ങനെ സിസ്റ്റമാറ്റിക്കലി ഹമാസിൻ്റെ ഈ നെറ്റ്വർക്കുകളെയൊക്കെയും ഇല്ലാതാക്കിക്കൊണ്ട് വരികയാണ്. ഹമാസ് അവർ ആയുധം താത്ത് വെക്കത്തില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ മിലിറ്ററി പറയുന്നത് ഈ മിലിറ്ററി ഓപ്പറേഷനൊക്കെയും തന്നെ തുടരും. എപ്പോഴാണോ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, ആ ഒരു സമയം വരെയും IDFൻ്റെ ഓപ്പറേഷൻ തുടരും. ഇസ്രായേലി ഒഫീഷ്യൽസ് പറയുന്നത് ഈ ഗാസയിലും തെക്ക് ലെബനോനിലും ഇതേ സ്ഥിതി തന്നെ തുടരും. അവരുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെറർ ഓർഗനൈസേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യാത്രത്തോളം കാലം ഇസ്രായേലി സൈന്യത്തിന് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അപ്പോൾ ഗാസയ്ക്കകത്തെ ഹമാസ് ആയാലും ലെബനോനിലെ ഹെസ്ബുള്ള ആണെങ്കിലും ഇസ്രായേൽ പറയുന്നത് ഈ യുദ്ധത്തിന് മുമ്പേ ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രായേലിന് മടങ്ങിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇറാൻ എങ്ങനെയാണ് ഈ സെറ്റ് ബാക്കിന് നേരെ പ്രതികരിക്കുന്നത്? ഇസ്രായേലി റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഇറാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു, അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേലി സൈന്യം ലെബനോനകത്ത് പാടില്ല, അവിടെ അവരുടെ സാന്നിധ്യം പാടില്ല. കാരണം ഹെസ്ബുള്ളയാണ് ഇറാൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രോക്സി, അതായത് പകരക്കാരും. അവരെയാണ് ഇറാന് ഉപയോഗിക്കുവാൻ താല്പര്യം ഇസ്രായേലിനെതിരെയുള്ള ഒരു ആക്രമണത്തിന്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് ലെബനോനാണ് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇസ്രായേലി അനലിസ്റ്റുകൾ പറയുന്നത് ഹെസ്ബുള്ളയ്ക്ക് തെക്ക് ലെബനോനിൽ അവരുടെ ആ സ്വാധീനം നഷ്ടപ്പെട്ടാൽ ഇറാന് വലിയ ഒരു തിരിച്ചടിയാവും. ഇറാൻ അതുകൊണ്ടാണ് ഇസ്രായേലി സൈന്യം ഒരു കാരണവശാലും ലെബനോനകത്ത് നിൽക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു ലെവറേജ് പോയിന്റും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹോർമൂസ് കടലെടുക്ക്, അത് ഏത് സമയം വേണമെങ്കിലും ഇറാൻ്റെ IRGC കയറിയാൽ പറയും ഞങ്ങളതങ്ങ് അടച്ചു വന്നു. അങ്ങനെ അടയ്ക്കുമ്പോൾ ആഗോളതലത്തിലുള്ള എനർജി പ്രൈസുകൾ വർദ്ധിക്കും, വീണ്ടും ടെൻഷൻസ് വർദ്ധിക്കും. ഈ പ്രകാരമുള്ള ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ ആഗോളതലത്തിലുള്ള മാർക്കറ്റുകളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഈ ഡെവലപ്മെൻറ്റുകൾക്ക് മിഡിൽ ഈസ്റ്റിന് അപ്പുറത്ത് തന്നെ പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പോൾ തന്നെ
ഇസ്രായേൽ ഒരുങ്ങി വരികയാണ് ഒരു സാധ്യത, അതായത് ഈ നയതന്ത്രപരമായ ചർച്ചകൾ ഫെയിലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധ്യതയും നേരിടുവാൻ ഇസ്രായേൽ ഒരുങ്ങി വരികയാണ്. ഇസ്രായേലി ഒഫീഷ്യൽസ് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ തിരിച്ചടിക്കും. അതിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും, അതായത് അമേരിക്കയുടെ സഹായം ഇല്ല എങ്കിൽ കൂടി ഇസ്രായേൽ ശക്തമായിട്ട് തിരിച്ചടിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലി ലീഡേഴ്സ് തന്നെ പറയുന്നത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസും പിന്നെ മിലിറ്ററി ഒരുക്കങ്ങളും എല്ലാം തന്നെ അവർ വർദ്ധിപ്പിക്കുകയാണ്. ഇൻ കേസ് ഒരു ആക്രമണം ഉണ്ടായാൽ അവർ റെഡിയാണ്. അപ്പോൾ ഇറാനിൽ നിന്ന് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ലെബനോനിനകത്തു നിന്നുള്ള ഹെസ്ബുള്ളയിൽ നിന്നോ അല്ലെ ഗാസയിൽ നിന്ന് ഹമാസിൽ നിന്നായാലും അല്ലെ ഏതെങ്കിലും ഇറാൻ്റെ പകരക്കാരിൽ നിന്നായാലും ഇസ്രായേൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നോ അതിലേക്ക് ഇസ്രായേൽ ഇനി മടങ്ങിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഹെസ്ബുള്ളയുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ തകർന്നുകൊണ്ടിരിക്കുന്നു. ഗാസയ്ക്കകത്ത് ഹമാസിൻ്റെ ടണൽ നെറ്റ്വർക്കുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ അതേസമയം അവരുടെ ആ പ്രോക്സി നെറ്റ്വർക്കിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുവാനും ശ്രമിക്കുക. ടർക്കി ഇസ്രായേലിനെതിരെയുള്ള സംസാരങ്ങളും എല്ലാം വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളിലൂടെയും നീങ്ങുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം ഇസ്രായേലിനകത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പല ഇസ്രായേലി കമൻറ്റേറ്റേഴ്സും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ അമേരിക്കൻ പോളിസി, ഇറാനോട് കാണിക്കുന്ന ആ ഒരു പോളിസി, അത് ഇസ്രായേലിൻ്റെ ലോങ് ടേം സെക്യൂരിറ്റി ഒബ്ജക്റ്റീവ്സിന് ഒരു ബുദ്ധിമുട്ടാവുന്നു. അവരുടെ കൺസേൺ അങ്ങനെ പറയാനുള്ള കാര്യം, ഈ ഇറാൻ്റെ പകരക്കാരുടെ ഈ നെറ്റ്വർക്കിനെ ഇല്ലാതാക്കാതെ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളിലൂടെ ഇറാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധത്തിന് പകരം കുറച്ചും കൂടെ വലിയൊരു യുദ്ധം കുറച്ചു നാൾ കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ കമൻറ്റേറ്റേഴ്സ് തന്നെ പറയാനുള്ള കാര്യം, ഖത്തറിൻ്റെ സ്വാധീനം അമേരിക്കൻ പോളിസീസിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഖത്തറിൻ്റെ ഈ ലോബിയിങ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റുകൾ അമേരിക്കയ്ക്കകത്തും പിന്നെ അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡേഴ്സും യൂണിവേഴ്സിറ്റീസും തിങ്ക് ടാങ്ക്സ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ടെല്ലാം ഖത്തറിൻ്റെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം, അവരുടെ ആ ബന്ധം, അതിൽ നിന്ന് തന്നെ അവർ പറയുന്നത് ദോഹയാണ് ഇപ്പോൾ അമേരിക്കൻ പോളിസീസിനെ നിയന്ത്രിക്കുന്ന വലിയ ഒരു പ്ലെയറായിട്ടുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ചില ഇസ്രായേലി അനലിസ്റ്റുകൾ പറഞ്ഞത് അമേരിക്കയിലുള്ള വോട്ടേഴ്സ് ഇപ്പോഴത്തെ ഈ ഒരു ഇറാനോടുള്ള ഈ പോളിസി, അമേരിക്ക കാണിച്ചിരിക്കുന്ന ഈ പോളിസിയിലൂടെ ഇറാനെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുകയോ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിയെ കുറച്ചും കൂടെ ക്ഷീണിപ്പിക്കുന്നതോ ആയാൽ അത് ഇനി വരുന്ന അമേരിക്കൻ മിഡ് ടേം ഇലക്ഷൻസിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത് ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോയാൽ അപ്പോൾ തന്നെ ഇറാൻ്റെ ലോങ് ടേം അംബീഷൻസ്, അവരുടെ ലോങ് ടേം അംബീഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആണവ ബോംബ് ഉണ്ടാക്കണം, ഇസ്രായേലിനെതിരെ പ്രയോഗിക്കണം എന്നുള്ളതാണ്, അതിനെ കുറച്ച് കാണും. അതിലൂടെ ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡിങ്ങിന് തന്നെ അതൊരു ക്ഷീണമാകുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ആ ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് വളരെ ഫാസ്റ്റായിട്ട് മാറുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഇപ്രകാരമുള്ള കൂട്ടുകെട്ടുകളും പിന്നെ കൺഫ്രണ്ടേഷൻസ്, അതായത് ഏറ്റുമുട്ടലും പിന്നെ നയതന്ത്രപരമായിട്ടുള്ള റീഅലൈൻമെൻറ്റൊക്കെയും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പേരും അതിനെ ഉൾക്കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ ബൈബിൾ പ്രവചനം പഠിക്കുന്ന ദൈവമക്കളെന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ക്ലോസ് അറ്റൻഷൻ കൊടുക്കണം. ഈ ഡെവലപ്മെൻറ്റുകളൊക്കെയും തന്നെ വളരെ ഫാസ്റ്റായിട്ട് യെഹെസ്കേൽ 38 കാണുന്ന ഗോഗ് മാഗോഗ് അധിനിവേശത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ ഈ ഭരണകൂടം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി പോവില്ല. കാരണം ഇറാൻ്റെ ഈ ഭരണകൂടം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേലിനോട് സൗഹൃദ ബന്ധം സ്ഥാപിച്ചാൽ ബൈബിൾ പ്രവചനം ഫെയിലിയറായി പോകും. പക്ഷെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഫെയിൽ ആവില്ല. ഈ ഒരു ഭരണകൂടം എങ്ങനെയെങ്കിലും ഈ അധികാരത്തിൽ ഇങ്ങനെ തുടരും. അപ്പോൾ തന്നെ ആ ഭരണകൂടത്തിന് ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് റഷ്യയുടെയും ടർക്കിയുടെയും സുഡാൻ്റെയും ലിബിയയുടെയും എല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെതിരെ ഒരു അധിനിവേശം നടത്തും. ആ സമയത്ത് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല. നമുക്കറിയാം ആ ഒരു അവസ്ഥയിലാണ് ദൈവം നേരിട്ട് ഇടപെടുകയും ആ കടന്നു വരുന്ന സംഘടിത ഗ്രൂപ്പ് രാജ്യങ്ങളിലെ ശക്തികളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നത്. ബൈ ദ വേ, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ എന്ന സന്ദേശത്തിൽ ഡീറ്റെയിൽ ആയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചരിത്രം എങ്ങനെയെങ്ങാണ്ടൊക്കെയോ അങ്ങ് പോവുകയല്ല. എങ്ങനെയാണോ ദൈവത്തിൻ്റെ സോവറിൻ പദ്ധതി, പ്ലാനും പദ്ധതി അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രകാരമുള്ള ഡെവലപ്മെൻറ്റുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭീതിയല്ല, വിവേചനമുണ്ടാകണം. നമുക്ക് സ്പെക്കുലേഷൻ, അതായത് അതിങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിലും പോകാം, അങ്ങനെയല്ല നമുക്ക് ഫീലിംഗ് വരേണ്ടത്. നമ്മൾക്ക് ജ്ഞാനത്തോടു കൂടി വേണം ഈ കാര്യങ്ങൾ വീക്ഷിക്കുവാൻ. ഏറ്റവും ഉപരിയായി നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, കർത്താവായ യേശു ഇൻ ടോട്ടൽ കൺട്രോളാണ്. ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നു എന്ന് നാം മറക്കരുത്. ആമേൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.
ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. കാരണം എപ്പോഴും ഇപ്രകാരമുള്ള വീഡിയോ അപ്ഡേറ്റ്സ് യൂട്യൂബിലൂടെയൊക്കെയുള്ള ഈ അപ്ഡേറ്റ്സ് ചിലപ്പോൾ ഞാൻ തരണമെന്നില്ല. അതിന് പകരം ഇൻഫർമേഷനൊക്കെയും ഞാൻ ടെലഗ്രാം ചാനലിലൂടെ ഞാൻ പങ്കുവയ്ക്കും. അതുപോലെ നമ്മുടെ സന്ദേശങ്ങളുടെ തന്നെ ലിങ്കുകളും കൂടെ ഞാൻ ടെലഗ്രാം ചാനലിലായിരിക്കും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ആൻഡ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല, വേഗം വരുന്നവനായ യേശുക്രിസ്തുവിലാണ് നമ്മുടെ സകല പ്രത്യാശയും. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.